ഒരു രാഷ്ട്രീയ പാർട്ടി, അതായത് 2024 നാം കണ്ടത് 400 സീറ്റിൽ നിന്ന് 240 സീറ്റിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ച. എന്നാൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് ഹരിയാനയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് കിട്ടുമെന്ന് സർവേകളും BJP നേതാക്കൾ പോലും വിധിയെഴുതിയ തെരഞ്ഞെടുപ്പിൽ അത് 49 ഉയർത്തുന്നു. അതായത് ഒരു സ്ഥലത്ത് 400-ൽ നിന്നും 240 ഈ പാർട്ടി തന്നെയാണ്. 20-ൽ നിന്ന് അത് 49 ഉയർത്തിയതും ഈ പാർട്ടി തന്നെയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ചില ഉത്തരങ്ങൾ ഈ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നൽകും. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJP പോകുമ്പോൾ തോൽവി ഉറപ്പിച്ചു തന്നെയായിരുന്നു. BJPയുടെ മുഖ്യമന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാവരും തോൽവിയെക്കുറിച്ച് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് തോൽക്കുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടായിരുന്നു അങ്ങനെ. കാര്യങ്ങളും അത്തരത്തിലായിരുന്നു. ഖട്ടാറിനെ മാറ്റി പുതിയ മുഖ്യമന്ത്രി എത്തി. അപ്പോഴും കാര്യങ്ങൾ കൈവിട്ടുപോയി. ഒടുവിലെല്ലാം നഷ്ടപ്പെട്ട BJP നേതൃത്വം RSS കാര്യാലയത്തിന് മുമ്പിൽ കൈകൂപ്പി നിന്നു. ഒടുവിൽ RSS കളത്തിലിറങ്ങി. 2014 ഹരിയാനയിൽ BJP അധികാരത്തിലേറ്റിയത് RSSൻ്റെ പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSSൻ്റെ പ്രവർത്തനവും സംഘപരിവാർ പ്രവർത്തനങ്ങളും ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളൊന്ന് ഹരിയാനയാണ്. ജാട്ട് രാഷ്ട്രീയം വേരോട്ടം നടത്തുന്ന, അല്ലെങ്കിൽ ജാട്ട് രാഷ്ട്രീയത്തിൻ്റെ തേരോട്ടം കണ്ട ആ ഹരിയാനയിൽ ജാട്ടുകൾ ഒഴിച്ചുള്ള ബാക്കി സമുദായങ്ങളെ കൂട്ടിക്കെട്ടിയാണ് RSS 2014 ഒരു വിസ്മയം തന്നെ BJPക്കായി ഒരുക്കിയത്. പക്ഷേ 2019 മുതൽ BJPയും RSSും അത്ര സുഖത്തിലായിരുന്നില്ല ഹരിയാനയിൽ. പിന്നീടെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ വിലപിച്ചെത്തിയതും RSSന് മുൻപിലാണ്. ഒടുവിൽ അവർ കളത്തിലിറങ്ങി ഒറ്റക്കെട്ടായി മുൻപോട്ട് പോയി. അതിനായി അനവധി പദ്ധതികൾ കൊണ്ടുവന്നു. ഈ തെരഞ്ഞെടുപ്പിന് വിജയിക്കുവാൻ, അതായത് തോൽക്കും എന്ന് 100% ഉറപ്പോടുകൂടി ആ തോൽവിയിൽ നിന്ന് കരകയറ്റാൻ കഴിയില്ല എന്ന വിശ്വാസത്തോടു കൂടിയാണ് RSSന് മുമ്പിലേക്ക് BJP സർവ്വസന്നാഹങ്ങളും അടിയറ വെച്ചത്. അവിടെ നിന്ന് ആ പ്രചരണത്തിൻ്റെ ചുമതല RSS ഏറ്റെടുക്കുമ്പോൾ പലരും നെറ്റുചുളിച്ചു. ഈ സംഘടനയ്ക്ക് അതിന് കഴിയുമോ എന്ന്. അവർ അത് തെളിയിച്ചു. അതിനായി അവർ ചെയ്ത 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങളിലാണ് കോൺഗ്രസും പ്രതിപക്ഷവും മാധ്യമങ്ങളുമായി കൊട്ടിഘോഷിച്ച്, അല്ലെങ്കിൽ തകർത്താടിയ എല്ലാ തെയ്യങ്ങളെയും അരിഞ്ഞു വീഴ്ത്തിയത്. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ, 5 പോയിന്റുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഒന്ന്, ഖട്ടാറിന് സ്വന്തം പാർട്ടിയിലെ പിന്തുണ കുറഞ്ഞു വന്നപ്പോൾ ഖട്ടാറിനെ മാറ്റുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു BJPക്ക്. ഇതോടുകൂടി തന്നെ ഹരിയാനയിലെ BJP സിസ്റ്റം മൊത്തം പൊളിഞ്ഞടുങ്ങി. ജാതിയുടെ മാത്രമായിരുന്നില്ല, നേതാക്കന്മാർ തമ്മിലുള്ള ഗ്രൂപ്പ് പോരുകൾ പരസ്യമായി, വിഴുപ്പലക്കലുകൾ, ഒപ്പം തന്നെ റിബലുകളുടെ ശല്യം, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പാർട്ടി ജീർണതയിലേക്ക് പോയി. അലസത പിടികൂടി. അതായത് 2014 ഊർജ്ജസ്വലതയോടുകൂടി സംഘപരിവാർ ഒറ്റക്കെട്ടായി ഇറങ്ങിയപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയെങ്കിൽ 2019 കേവല ഭൂരിപക്ഷം നേടാതെ കിതച്ചു നിൽക്കുന്ന BJPയാണ് കണ്ടത്. 40 സീറ്റാണ് അന്ന് നേടിയത്. ദുഷ്യന്ത് ചൗട്ടാലയുടെ JJP കൂട്ടിക്കെട്ടിയാണ് അന്ന് ഭരിക്കാനിറങ്ങിയത്. അതുമുതൽ ഇങ്ങോട്ട് ആലസ്യത്തിൻ്റെ പിടിയിലായിരുന്നു BJP. അത് രാജ്യമാകെ നാം കണ്ടതാണ്. 400 എന്ന ടാർഗറ്റ് ഇട്ട് ഇറങ്ങിയവർക്ക് 240 കിട്ടിയത്. എന്തുകൊണ്ടെന്നുള്ളത് നാം പലവട്ടം വിശകലനം ചെയ്തതാണ്. ഇവിടെ ടാർഗറ്റ് ഇട്ടിരുന്നത് 20 സീറ്റാണ്. BJPക്കാർ രഹസ്യമായി സമ്മതിക്കും. സർവേകളും ഏതാണ്ട് അത്തരത്തിലായിരുന്നു. അവിടെ നിന്നാണിത് 49 എത്തിയത്. എന്തായിരുന്നു പിന്നീട് സംഭവിച്ചത്? അതായത് RSS മുൻപോട്ട് വെച്ച ഒരു നിർദ്ദേശമായിരുന്നു ഈ പറയുന്ന അവിടുത്തെ നയാബ് സിംഗ് സൈനി എന്ന മുഖ്യമന്ത്രി. ഈ നയാബ് സിംഗ് സൈനി അവിടെ വരുമ്പോൾ BJPക്കാർക്ക് പോലും യാതൊരു ഉറപ്പുമുണ്ടായിരുന്നില്ല എങ്ങനെ ഈ നേതാവ് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുമെന്ന്. പക്ഷേ RSSന് വ്യക്തമായ കണക്കൂട്ടലുണ്ടായിരുന്നു. നയാബ് സിംഗ് സൈനിയിലൂടെ OBC വോട്ടുകൾ ഒരെണ്ണം പോലും ചോരാതെ കാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ചിത്രം. ഈ നയാബ് സിംഗ് സാനിയുടെ ഇപ്പോഴത്തെ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പുഷ്കർ സിംഗ് ധാമിയായിരിക്കും. എല്ലാവരും കൂടി ചുരുട്ടിക്കൂട്ടി മൂലക്കെട്ട പുഷ്കർ സിംഗ് ധാമിയെ അവിടെ 1 വർഷത്തേക്ക് മുഖ്യമന്ത്രി ആക്കിയപ്പോൾ ഒരിക്കലും ജയിക്കില്ല എന്ന് കരുതി ഉത്തരാഖണ്ഡിനെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ ആ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞെങ്കിൽ അതേ സ്ഥാനത്തേക്ക് തന്നെ ഇപ്പോൾ ഇതാ നയാബ് സിംഗ് സൈനിയും എത്തിയിരിക്കുന്നു. അതായിരുന്നു ഒന്നാമത്തെ RSSൻ്റെ കണക്കൂട്ടൽ. ആ കണക്കൂട്ടൽ അവർ വിജയിച്ചു. OBC വോട്ട് ഒന്നും തന്നെ പുറത്തു പോയില്ല. രണ്ടാമത് അവരുടെ അതായത് RSSൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങൾ അവിടുത്തെ ദളിത് പിന്നോക്ക മേഖലകളാണ്. അവിടങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാൻ ഒരു പുതിയ സ്കീം കൊണ്ടുവന്നു. അതായത് SC/ST വിഭാഗങ്ങളിലെ വനിതാ സ്വയം സഹകരണ തൊഴിൽ സംഘങ്ങൾ വഴി പണം നൽകിക്കൊണ്ട്, സ്ത്രീകൾക്ക് പണം നൽകിക്കൊണ്ട് ലഷ്പതി പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി ആവിഷ്കരിച്ചു. അതായത് വിദ്യാസമ്പന്നരായിട്ടുള്ള ദളിത് SC/ST, വിദ്യാസമ്പന്നർ എന്ന് പറയുമ്പോൾ വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളതല്ല, സാധാരണ സ്കൂളിലെങ്കിലും പോയിട്ടുള്ള ഈ ആദിവാസി പിന്നോക്ക, അതായത് SC/ST വിഭാഗത്തിൽ പെടുന്ന
താല്പര്യപ്പെടുന്ന വനിതകൾക്ക് 50,000 രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ ലോൺ നൽകി. അതിന് സബ്സിഡി ഉണ്ടായിരുന്നു, പലിശയില്ലായിരുന്നു. ഇത് അവിടെ ആ ഗ്രാമങ്ങളിലെ SC/STയുടെ മുഖച്ഛായ തന്നെ, ആ ഒരു വിഭാഗത്തിലെ സ്ത്രീകളുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചതാണ്. ഇതേ സ്കീം മുമ്പ് യോഗി ആദിത്യനാഥ് UP-യിലും നടപ്പാക്കിയിട്ടുണ്ട്. ഏതായാലും ഒപ്പം തന്നെ അംബാലയിൽ ഒരു ITA വേണമെന്നുള്ളത് ദളിത് വിദ്യാർത്ഥികളുടെ വലിയ ആവശ്യമായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ കമ്പനികൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഹരിയാന. അവിടെ ഈ ടെക്നിക്കൽ സ്കില്ലുള്ളവർക്ക് ഒരുപാട് സാധ്യതകളുമുണ്ട്. അങ്ങനെയുള്ളിടത്ത് അംബാലയിൽ ഒരു ITA വേണം എന്ന, ഒരു സെൻട്രൽ ഗവൺമെൻറ് ITA വേണമെന്നുള്ളത് ആവശ്യമായിരുന്നു. അതും നടപ്പാക്കി. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തവണ BJPയുടെ സീറ്റിൽ ഇടപെട്ടതല്ല, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ RSS ആണ് അവിടുത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. 60, അതായത് 90 അംഗ നിയമസഭയിൽ മത്സരിച്ച 60 പേരും പുതുമുഖങ്ങളായിരുന്നു. അതിൽ 23 പേർ BJPയുടെ മണ്ഡലം പ്രസിഡന്റുമാരും ജില്ലാ പ്രസിഡന്റുമാരുമായിരുന്നു. അതായത് RSS ചെയ്തത് സ്ഥിരം കണ്ടു മടുത്ത, അതായത് വളരെ സീനിയറായിട്ടുള്ള ഗ്രൂപ്പ് കളിക്കുന്ന എല്ലാവരെയും അടിച്ച് പുറത്ത് കളഞ്ഞു. പകരം 60 പുതുമുഖങ്ങളെ കൊണ്ടുവന്നു. ശേഷിക്കുന്ന 30 സീറ്റിൽ സീനിയറായിട്ടുള്ളവരെ മത്സരിപ്പിച്ചു. ആ 30 സീറ്റിലാണ് അവിടുത്തെ മുഖ്യമന്ത്രി പോലും മത്സരിച്ചതെന്ന് നാം ഓർക്കണം. തെരഞ്ഞെടുപ്പിന് 72 മണിക്കൂർ മുമ്പ് അലമ്പ് കാണിച്ച ബഹളക്കാരായ റിബലുകളായ സ്ഥാനാർത്ഥികളെ തൂക്കിയെടുത്ത് പാർട്ടിക്ക് പുറത്തിട്ടു. എല്ലാ തരത്തിലും കർശനമായ വടിയെടുത്തപ്പോൾ പാർട്ടി ശുദ്ധമായി. അതായത് ഇപ്പോൾ ഹരിയാന നിയമസഭയിൽ പഴയ പുലികളാരുമില്ല, ബഹളം വെക്കാനും കുത്തിത്തിരിപ്പിനും ആരുമില്ല. കാരണം കയറിയിരിക്കുന്നതെല്ലാം പിള്ളേരാണ്, പുതിയ തലമുറയാണ്. മണ്ഡലം പ്രസിഡന്റുമാരും ജില്ലാ പ്രസിഡന്റുമാരുമൊക്കെ അവരർഹിക്കുന്ന സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ RSSന് കഴിഞ്ഞു. ഇതായിരുന്നു അവരുടെ മൂന്നാമത്തെ പോയിൻ്റ്. അതിലവർ വിജയിച്ചിരിക്കുന്നു. നാലാമത്, അവർ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മോഡി ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു പ്രചരണ വാഹനം തയ്യാറാക്കാറുണ്ട്. നമ്മുടെ നാട്ടിലുമൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് മോദി ഗ്യാരണ്ടി വരും. ഈ മോദി ഗ്യാരണ്ടി ഒരു വാനാണ്. അതിൽ വീഡിയോ പ്രദർശനം ഉണ്ടാകും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ചെയ്ത വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ. പക്ഷേ ഹരിയാനയിൽ അത്തരത്തിലുള്ള വാഹനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ വാഹനങ്ങൾ ആ രീതിയിലല്ല ഓടിയത്. അതിനവർ പേരിട്ടിരുന്നത് പരിവാർ പൈച്ചാൻ എന്നായിരുന്നു. അതായത് ഈ വാഹനം ഒരു ഗ്രാമത്തിൽ ചെന്ന് നിൽക്കും. ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വന്ന് തങ്ങളുടെ പരാതി പറയുമ്പോൾ അപ്പോൾ തന്നെ അതിൽ നടപടിയെടുക്കുന്ന രീതിയിലേക്കാണ് ആ വാഹനം മുൻപോട്ട് പോയിരുന്നത്. അതായത് വാഹനം ഓടി ഓരോ ജംഗ്ഷനിലും, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഈ മോദി ഗ്യാരണ്ടിയുടെ വാൻ ഒരു ജംഗ്ഷനിൽ 10 മിനിറ്റോ ഇല്ല അരമണിക്കൂറോ നിർത്തിയിട്ട് പിന്നെ അടുത്ത ജംഗ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ, ഇവിടെ അങ്ങനെയല്ല. ഒരു ഗ്രാമത്തിൽ ഈ വാൻ വന്ന് നിൽക്കുന്നു. അതിനോടൊപ്പം ചില ഉദ്യോഗസ്ഥന്മാരും പാർട്ടി നേതാക്കളും ഒക്കെ ഉണ്ടാകും. അവിടെ ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം അപ്പോൾ തന്നെ കണ്ടുപോകുന്ന ഒരു ജനതാ ദർബാർ പോലത്തെ ഒരു പരിപാടി, അതായത് പരിവാർ പൈച്ചാൻ എന്നാണ് അവരിട്ടിരുന്ന നാലാമത്തെ പ്രൊജക്റ്റ്. അതും ബമ്പർ വിജയമായിരുന്നു. അതായത് ഗ്രാമാന്തരങ്ങളിൽ, അതായത് ഗ്രാമീണർക്ക് ജില്ലാ തലങ്ങളിലോ ഇല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സെക്രട്ടേറിയറ്റിലൊക്കെ വന്ന് ചെയ്യേണ്ട പല കാര്യങ്ങളും അവരുടെ ഗ്രാമങ്ങളിൽ ഈ വണ്ടി വന്ന് നിൽക്കുന്നു. അവിടേക്ക് ഗ്രാമീണർ എത്തുന്നു. അവരുടെ പ്രശ്നങ്ങൾ അവിടെ വെച്ച് പരിഹരിച്ചു പോകുന്ന രീതി. ഇതെല്ലാം വന്നത് ഈ നയാബ് സിംഗ് സൈനി വന്ന് ആ കുറഞ്ഞ നാൾ, കാരണം നയാബ് സിംഗ് സൈനിക്ക് അധിക നാളുകളൊന്നും ഭരിക്കാനായിട്ട് കിട്ടിയിട്ടില്ല. കഷ്ടിച്ച് 1 വർഷം തികയുന്നതിന് മുമ്പാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. ആ ചുരുങ്ങിയ കാലയളവിൽ RSSനെ BJP മുഴുവൻ ചുമതല ഏൽപ്പിച്ചതിന് ശേഷം നടത്തിയ 5 കാര്യങ്ങൾ നാലാമത്തേതാണ് നമ്മൾ പറഞ്ഞത്. അഞ്ചാമത്തെ കാര്യം അവിടുത്തെ റോഡുകളാണ്. അതായത് അംബാല മുതൽ ദില്ലി വരെയുള്ള നാഷണൽ ഹൈവേ, ആ ഹൈവേയിലേക്ക് 6 ജില്ലകളെ കൊണ്ട് കണക്റ്റ് ചെയ്യുന്ന ഹൈവേകൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കി. അതായത് അംബാല ടു ഡൽഹി ഒരു പ്രധാന ഹൈവേ, ആ ഹൈവേയിലേക്ക് 6 ജില്ലകളിൽ നിന്നുള്ള അനവധി ഗ്രാമങ്ങളിൽ നിന്നുള്ള, അതായത് ഏതാണ്ട് 29ഓളം ജില്ലകളും അതിന് താഴെ വരുന്ന ഗ്രാമങ്ങളും, അതായത് ഗ്രാമീണ റോഡുകളിൽ നിന്ന് കയറിയാൽ നേരെ വരുന്നത് എക്സ്പ്രസ് ഹൈവേയിലേക്ക് കണക്ട് ചെയ്ത്, അതായത് അംബാലയ്ക്ക് ഉള്ളിലോ മറ്റോ ഉള്ള ഒരു ഗ്രാമത്തിൽ നിന്നൊരു ഗ്രാമീണ ഡൽഹിയിൽ എത്തണമെങ്കിൽ അധികം സമയം മെനക്കെടുത്തേണ്ട, കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, അതായത് ദ്രുതഗതിയിൽ തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്നു എന്നൊരു ചിന്ത അവിടുത്തെ ജനങ്ങളുണ്ടാക്കാൻ ഈ ഒരു നീക്കത്തിന് കഴിഞ്ഞു. അതായത് ഈ പട്ടികജാതി വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് BJP ഉയർത്തിവിട്ട ഒരു പ്രധാന മുദ്രാവാക്യമായിരുന്നു മോദി എത്തിയാൽ പട്ടികജാതിക്കാർ പൊതുവിഭാഗത്തിൽ, അതായത് ജനറൽ വിഭാഗത്തിലേക്ക് ഉയരുക തന്നെ ചെയ്യുമെന്ന്. ആ മുദ്രാവാക്യത്തിന് ഫലം കണ്ടു എന്നാണ് ആ മേഖലയിൽ, അതായത് പട്ടികവർഗ മേഖലയിൽ നിന്ന് BJPക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണം കാണിക്കുന്നത്. ഇവിടെയാണ് കർഷക സമരം ചീറ്റി പണ്ടാരമടങ്ങിപ്പോയത്. അവിടെയാണ് ഗുസ്തി താരങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയത്. മറ്റൊന്ന് അഗ്നിവീറിൻ്റെ സമരം ഏശാതെ പോയതും ഇവിടെയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം, BJPയും RSSും വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ അടക്കുന്ന സംഘപരിവാർ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് 100% വിജയം കൊയ്യാൻ കഴിയും. ഇത് നമ്മൾ 2014 കണ്ടതാണ്. ഇപ്പോഴത്തെ ഹരിയാനയിൽ നാം കാണുന്നു. പക്ഷേ ഇടക്കാലത്ത് എവിടെയോ BJPയും RSSും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോയിരുന്നു. അതിൻ്റെ ഫലവും നാം കണ്ടു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UP പോലുള്ള കോട്ടകളിൽ പോലും BJP തകർന്നടിഞ്ഞിരിക്കുന്നു.
വീണ്ടും അവർ ഒന്നിക്കുകയാണ്. BJPയും RSSും വിശ്വഹിന്ദു പരിഷത്തും ബജരംഗദളുമെല്ലാം ഒന്നിച്ചൊറ്റക്കെട്ടായി ആലസ്യവും മടിയും അലസതയും മറന്ന് മുൻപോട്ട് നീങ്ങിയതിൻ്റെ ഫലമാണ് 20 സീറ്റ് വരെ കിട്ടൂ എന്ന് വിലപിച്ചിരുന്ന BJPക്കാരുടെ മുമ്പിലേക്ക് ഇതാ നിങ്ങൾക്ക് 49 സീറ്റ് ഞങ്ങൾ വാങ്ങിത്തന്നിരിക്കുന്നു, ഇത് കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് എന്ന് ഉറക്കെ പറയുന്ന ഒരു ഫലമാണിപ്പോൾ സംഘപരിവാർ BJPക്ക് നൽകുന്നത്. അലസതയും മടിയും അത് വിജയത്തിലേക്ക് എത്തില്ല എന്ന് ഇപ്പോഴെങ്കിലും കണ്ണു തുറന്ന് കാണേണ്ടതാണ്. ഈ അവസരത്തിൽ കാശ്മീരിനെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല. കാശ്മീരിൽ BJP നേടിയത് അക്ഷരാർത്ഥത്തിൽ വലിയ വിജയമാണ്. ജമ്മു കാശ്മീരിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ജമ്മുവിലുള്ള 43 സീറ്റിൽ 30 സീറ്റുകൾ നേടാൻ മാത്രമേ BJPക്ക് കഴിയൂ. അത് എപ്പോൾ മത്സരിച്ചാലും ഈ 30 സീറ്റുകൾ മാത്രമേ നേടാൻ കഴിയൂ. കാരണം ഈ 30 മണ്ഡലങ്ങളിൽ ഈ 30 സീറ്റുകളിൽ മാത്രമാണ് ഹിന്ദു ഭൂരിപക്ഷമുള്ള ഇടങ്ങൾ. ഇവിടെ കഴിഞ്ഞ തവണ 2014 BJP നേടിയത് 25 സീറ്റായിരുന്നു. പക്ഷേ ഇത്തവണ അത് 29ആയി ഉയർന്നു. 25-ന് മേൽ ഒരെണ്ണം കിട്ടിയാൽ പോലും കാവി പുതച്ചു എന്ന് തന്നെ പറയണം. കാരണം ആ വോട്ടുകളെല്ലാം ഭൂരിപക്ഷവും ഹിന്ദുവിൻ്റെ വോട്ടുകളാണ്. അവിടെയുള്ള ബാക്കി 13 മണ്ഡലങ്ങളുണ്ട്. അവിടെ PDPക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതും സാധ്യമല്ല. കാരണം അത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്. കാശ്മീരിലേക്ക് പോകുമ്പോൾ അതെല്ലാം 98% വരുന്ന മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലാണ്. അവിടെ പതുപോലെ നാഷണൽ കോൺഫറൻസ് കരുത്ത് കാട്ടിയെങ്കിലും BJP കാശ്മീരിൽ അവരുടെ കരുത്ത് കാട്ടിയെന്ന് മാത്രമല്ല, നാഷണൽ കോൺഫറൻസിൻ്റെ ബദലായി പ്രതിപക്ഷത്തിരിക്കുന്നത് BJPയാണ്. ഇനി വരുംകാല ദിനങ്ങളിൽ ഒരുപക്ഷെ BJP ഭരണപക്ഷത്ത് വന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം പാർട്ടി BJPയാണ്. എപ്പോഴും എന്തും സംഭവിക്കാം. ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലുമൊക്കെ തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ് BJP കിട്ടിയ ഒരു ഉണർവ് ചെറിയതല്ല, ഒരു ഒന്നൊന്നര ഉണർവ് തന്നെയാണ് അത് ഹരിയാന നൽകുന്നത്. ഇതിൽ നിന്നുള്ളൊരു പാഠം, വിജയത്തിന് ഷോർട്ട് കട്ടില്ല, കഠിനാധ്വാനം മാത്രമാണ്. ഒപ്പം തന്നെ കുത്തിത്തിരിപ്പും ഗ്രൂപ്പ് വഴക്കുമൊക്കെ മാറ്റിവെച്ച് ഒന്നിച്ചൊന്നായി നീങ്ങിയാൽ വിജയം ഇതിലും അപ്പുറത്തേക്ക് നീങ്ങും. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ നടത്തുന്ന പോയിൻ്റ്. നന്ദി, നമസ്കാരം.